ഈ ഇൻഫ്ലുവൻസിങ് ലൈഫ് എങ്ങനെയുണ്ട്? ഇത്ര അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്നു, ഇത്ര അധികം ആൾക്കാർ നമ്മളെ തിരിച്ചറിയണു. ജാടയുണ്ടോ? എങ്ങനെയുണ്ടാന്ന് സത്യം പറയും. എങ്ങനെയുണ്ടാന്ന് ജാട ജാട എങ്ങനെയുണ്ട്? ഞാൻ അത്ര വലിയ ആളാന്നുള്ള ചിന്ത ഇല്ല ഇല്ല നോണ ഇല്ല ഇല്ല നോണ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജാടയില്ല, ഇല്ല ഇല്ല ഒട്ടുമില്ല. ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാര് അബു സാലിം പറഞ്ഞിട്ട് പിന്നാലെ വരാറുണ്ടോ? പിന്നാലെ അബു സാലിം അടുത്തോട്ട് വരും. പിന്നാലെ ആരും വന്നിട്ടില്ല. വരും, കുറച്ച് ആൾക്കാരൊക്കെ വരും. ഞാനിങ്ങനെ പിന്നാലെ തിരിഞ്ഞു നോക്കാറുണ്ട് ഇങ്ങനെ. അങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പൊ അവരെന്താ പറയാറ്? ബ്രോന്റെ വീഡിയോസ് കാണുന്നുണ്ട്, അടിപൊളിയാണ്, താങ്ക് യു അതാ പറഞ്ഞേ. അപ്പൊ അവരോട് പറയണം താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ലോ താങ്ക് യു എന്നാ പറയുന്നത്. അത് നാടകമല്ലേ? താങ്ക് യു സോ മച്ച് അല്ലേ? ജെന്യൂൻ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്. താങ്ക് യു കാണുന്നുണ്ടല്ലോ. നമ്മള് സ്വയം അഹങ്കാരി എന്ന് വേറെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. നേരെ കണ്ടിട്ട് ആരും പറഞ്ഞിട്ടില്ല അഹങ്കാരം. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാമോ? 100%. ഈ പെമ്പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്യണ്ടോ ഇൻസ്റ്റാഗ്രാമില്? അത് എനിക്ക് അതിന് രണ്ടടി തരൂ. 1 2. പെമ്പിള്ളേര് മെസ്സേജ് ഇല്ല. എന്റെ ഫോളോവേഴ്സ് എല്ലാം ആണുങ്ങളല്ലേ മൊത്തത്തില്. പെമ്പിള്ളേര് ചേട്ടാ മാസടാ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. 4.1 മില്യണില് എന്റെ 98.7 എങ്ങാണോ ബോയ്സ് തന്നെയാ. പിന്നെ ഫീമെയിൽ എവിടെ അതില് വിഷമമുണ്ടോ അബു? ഇല്ല, ഒരു വിഷമമില്ല. എനിക്ക് അതില് കിട്ടുന്നുണ്ടല്ലോ. ഐ മീൻ അവരാണെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ എനിക്ക് ഇതുണ്ട്. സാധാ ഒരു കുറച്ച് മാസ് വീഡിയോ കാണുന്ന കൊറേ ആൾക്കാർക്ക് തന്നെ പെമ്പിള്ളേര് കൊറേ ഫോളോവേഴ്സ്. ഇല്ല 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 അല്ലെ? പ്രപ്പോസൽ ഫ്രണ്ട്സ് ആരും ഇതേപോലെ പ്രപ്പോസൽ ആയിട്ട് വന്നിട്ടില്ല. ഇല്ല, ഫ്രണ്ട്സ് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സും കുറവാ. ഒന്നെങ്ങാനുള്ളൂ. ഭയങ്കര ഫ്രണ്ട് സോണിൽ അകപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മുടെ അബു സാലിം. അതാണ് അബു സാലിമിന്റെ ഒരു പ്രശ്നം. പ്രശ്നം എന്താ അതിലൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ചിലത് എക്സ്ട്രോവേർട്ട് ആയ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്റർവേർട്ട് ആകുമ്പോ നമുക്ക് കംഫർട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നത് അടിപൊളി സംഭവം. ഇത് കണ്ടോ? ഇതെന്താ സാധനം? ബലൂൺ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തോളൂ. ഇഷ്ടമുള്ള ഒരു കളർ ചുവപ്പ് തന്നെ. അത് വീർപ്പിച്ചിട്ട് അത് കുത്തി പൊട്ടിക്കണം. അപ്പൊ ഒരു ചോദ്യം കിട്ടും. ആ ചോദ്യത്തിന് ആൻസർ പറയണം. അടി ഹാപ്പി ബർത്ത്ഡേ എന്നല്ല. മതി മതി. ഇത് കുത്തി പൊട്ടിക്കണം. അയ്യോ എനിക്ക് വെള്ളം പൊട്ടിക്കുന്ന മലയാളത്തിലായി കേട്ടാ. വായിക്കേ, ഉറക്കെ വായിക്കേ. ഇതെന്താ? ഞാൻ ചിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് കരയണം, ഞാൻ കരഞ്ഞാലും അപ്പുറത്തിരിക്കുന്ന ആള് ചിരിക്കണം. അതാണ് ടാസ്ക്. അതിപ്പോ ചെയ്യാനോ? വേറെ ഇതെന്താ? അമ്മ ചിരിക്കുമ്പോ കരയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഞാൻ കരയണം. ഞാൻ അടിച്ചു ചിരിക്കാം. അല്ല കാര്യം അപ്പൊ അല്ല വേറെ എന്താ? ഞാൻ ചിരിക്കുമ്പോ നീ ഇങ്ങനെ കരയും. കഴിഞ്ഞു. ഒരു ടാസ്ക് കഴിഞ്ഞു. ഇനി ഓക്കെ. ഞാൻ കരയുമ്പോ നീ ചിരിക്കണം അല്ലേ? ചിരിച്ച് കഴിഞ്ഞു. ഞാൻ കരഞ്ഞ്. ഇതാണോ കരച്ചില്ലേ? നീ ചിരിച്ചില്ലേ? കരയുമ്പോ തന്നെ ചിരിച്ചില്ലേ? തുടങ്ങുമ്പോ തന്നെ ചിരിച്ചില്ലേ? ഇല്ല ഇല്ല.